ഈ കാലമാടനെ കെട്ടിയ സമയത്ത് പശുവിനെ വാങ്ങി കെട്ടിയിരുന്നെങ്കിൽ അതിന്റെ പാല് കറന്നെങ്കിലും ജീവിക്കായിരുന്നു. സൂര്യന്റെ വെളിച്ചം മൂട്ടിൽ അടിച്ചാൽ കൂടെ എണിക്കരുത്. പോത്ത് പോലെ കിടന്ന് ഉറങ്ങിക്കോണം. ജോർജേട്ടാ, ജോർജേട്ടാ, ഈ മനുഷ്യനെ കൊണ്ട് ജോർജേട്ടാ, നിങ്ങൾക്ക് എണീക്കാറായില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോ? കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോൾ ഇടുന്നുള്ള വിചാരം ഉണ്ടോ? എന്തിനാ പറയുന്നേ? അയ്യോ, എന്റെ ഒരു സൗന്ദര്യം. സുശീലേ, സുശീലേ, സുശീലേ. ആ മേരിയേ, വരുന്നു. അയ്യോ സുനീഷ് ചേട്ടാ, മുണ്ടെടുത്തേക്കുന്ന നിങ്ങള് ഇന്റെ മുണ്ട് ഇങ്ങോട്ട് തരുന്ന എന്റെ മുണ്ട്. ഒന്ന് പോയിക്കോളി നിങ്ങളല്ല, ഒന്ന് പോയിക്കോളി നിങ്ങൾ. അല്ല അല്ലെങ്കിലേ നേരം വഴി നിങ്ങൾക്ക് അലുവാപ്പീടിയ പോലത്തെ ട്രൗസർ ഇടുന്ന കിട്ടി. സുനീഷേ, ഇതെന്താണ് ഇത്? കഷ്ടം. ഓള് മുണ്ടൂരി പോടാ. അല്ല, ഇത് പുതിയതാണല്ലോ. അനക്ക് പൈസ മോളെ കൊഞ്ചിട്ടിച്ചേ കടം വാങ്ങിച്ചാ. കൊള്ളാം, സൂപ്പർ. അല്ല, ഇന്നത്തെ പരിപാടി ചൂണ്ടടം പോലെ. ശരി, വീടാ. രാവിലെ തുടങ്ങിയോ നിന്റെ കണ്ണാടിയുടെ മുന്നുള്ള കസരത്ത്? അമ്മേ, ഇങ്ങനെ അല്ല മക്കളെ, ബലത്തിൽ ചെയ്യേ. ആ സുശീല, ഈ വരുന്നില്ലേ? വന്ന് എത്തി. ആ എടുത്ത് ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒരു കാര്യം. അതുങ്ങളെ കാര്യമൊന്നും പറയണ്ട. ചേട്ടാ, 1 കിലോ തരാം. ചെയ്തായിരിക്കും. ചെയ്യുന്നതന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ. എനിക്ക് 300 മതി. നിന്റെ 1 കിലോ അയല ബാക്കി പൈസ 1 കിലോ അയല. എങ്ങോട്ടാ കല്ല് കൊണ്ടുവന്നതിനുള്ള പഹ പറക്കുന്നത്? ഇത് നല്ല പിടക്കണ അയലല്ലേ സാറേ? ഇതെന്താ
സാറേ കടലിനുള്ളിലാണല്ലോ ഓക്സിജൻ കൂടുതലുള്ളത്. ഇലകളും ചെടികളും ഉള്ളത് കൊണ്ട് മീൻ വല്ല ബുഷും തിന്നായിരിക്കും സാർ. കടലിൽ പേക്കലിന്റെ അച്ഛൻ കഞ്ച വെക്കുന്നതാണ് മീൻ്റെ ഉള്ളിലല്ലേ? രണ്ടിന്റെ മീൻ കച്ചവടം. അയ്യോ എന്താ നിന്റെ പ്രശ്നം? സാറേ ഞാൻ വയറിങ്ങിന്റെ പണിയാണ്. ആഴ്ചയിൽ 5 ദിവസം പണിക്ക് പോകും. 2 ദിവസം ലീവ് എടുത്ത് പെണ്ണ് കാണാൻ പോകും. കാറിൽ പെട്രോൾ അടിച്ചിട്ട് പെണ്ണ് കാണല. 5 വർഷമായി പെണ്ണ് കാണുന്നു. ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കി തരണം. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തരും. അല്ലേ സുനീഷ്? പക്ഷെ ഒരു കണ്ടീഷൻ, ഒരേ ഒരു കണ്ടീഷൻ. കല്യാണ നിശ്ചയത്തിന്റെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ കമ്മീഷൻ 1 ലക്ഷം രൂപ സ്പോട്ടിൽ കിട്ടണം. ആടത്ത് പണി വരമ്പത്ത് കൂലി. അതാണ് SG മാട്രിമോണി. അല്ലേ സുനീഷ്? അതാണ് എനിക്കിഷ്ടം. സാറേ ചൊവ്വാദോഷം. ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൊവ്വേ നാളെ. അപ്പോ മോ പോയി കുളിച്ച് ഫ്രഷായി നാളെ പെണ്ണ് കാണാൻ റെഡി ആയിട്ട് പോരെ. നമുക്ക് പെണ്ണ് കാണാം. സാറേ ഈ സാറൊന്നും സംസാരിക്കില്ലേ? അല്പം ടഫാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. മോക്ക് ചെക്കന് ഇഷ്ടായല്ലോ അല്ലേ മോനോ? ഡബിളൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം. അല്ലേ സുനീഷ്? അപ്പൊ അച്ഛന്മാര് വന്നേ കൈ കൊടുത്ത് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അനുഗ്രഹിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അച്ഛാ 2 ദിവസമായി ഓളെ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. പരുത്തിക്ക് പുറത്തുനിന്ന് പറയുന്ന അച്ഛാ ഓൾ ഫോൺ എടുക്കുന്നില്ല അച്ഛാ. ഹലോ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആരെയും ചോദിച്ചാ പെണ്ണു വേറത്തിന്റെ കൂടെ വിളിച്ചു കൊടുപ്പി. ആ ദുഃഖത്തിൽ നിങ്ങളുടെ രണ്ടുപേരും നാട് വിട്ടു പോയി. അത്രയും അല്ലേ സുനി? ഇവിടെ ഈ പെണ്ണിനെ സെറ്റായി കൊടുക്കുന്നു കേട്ടില്ലല്ലോ. ഒരു 3 മോനെ മീനിന്റെ പൈസ എടുക്കണേ. താഴത്തെ തട്ടിൽ വെച്ച് കിട്ടോ? ഇന്നലെ മൂപ്പര് 50 ഉറുപ്പിന്റെ മീൻ കൊണ്ടുവന്നതിന് മോളെ എത്ര ആളിലെ കുറേ അമ്മേ ഞാൻ പോയിക്കേ. കുറച്ച് ഞാൻ ഫ്രിഡ്ജിലും വെച്ചിട്ട് കറിയും വെച്ചു. എന്ത് നെയ്യുള്ള മത്തിയാന്ന് എന്റെ വിചാരം. ആണോ 50 രൂപയ്ക്ക് ഇനി ഓല ഞാൻ കാത്തു നിൽക്കണ. അല്ല പിന്നെ മോൻ പണിക്കോവാ?
നോക്ക് നോക്ക്, ഇവ എല്ലാ ദിവസവും പണിക്കോ. അതല്ല എൻ്റെ മോൻ, ഒരു പണിക്കും പോവില്ല. എൻ്റെ മോനോ പണിക്കൊന്നുമില്ല, ആ ചെക്കൻ തന്നെയാ പണിക്ക് വയ്ക്കോട്ടെ. ആന്ന് അല്ല, ഇതിപ്പോ തുടങ്ങുന്നേ ഉള്ളൂ. പൂവെല്ലാം വാടിപ്പോയി. സാരോ അതൊക്കെ അവിടെ വെച്ചിട്ട് വാ. ഉണങ്ങിയല്ല. ഓ, ഇത് എപ്പോഴുള്ള സൂക്കേടാണല്ലോ പോകുന്ന സമയത്ത്. വരുന്നു. സരോജിനി ചേച്ചി, ഇങ്ങളെ മോൻ നല്ല മോനാട്ടോ. എല്ലാ ദിവസവും പണിക്കൂ. എന്റെ മോനല്ല, ഇങ്ങളെ മോനെ കണ്ട് പഠിക്കണം. മോക്കൊരു കല്യാണാലോചന വന്നേന്, നല്ലൊരു ബന്ധുവായിന്. ചെക്കൻ ഗൾഫിലൊക്കെ ആയിന്. ഈ നാട്ടിൽ എരപ്പന്മാരാരോ അത് മുടക്കി. അതെന്താ? ഏട്ടൻ വെള്ളടിയെന്നും പറഞ്ഞിട്ടാ മുടങ്ങി. അത് പിന്നെ സത്യല്ലേ? അപ്പൊ ഈ ആണ് മുടക്കി. ഞാൻ എന്റെ മോളെ കാര്യവും പറഞ്ഞ് നടക്കുകയാണല്ലോ. ഓ, വണ്ടി നാശം പിടിച്ച ചെക്കൻ. ആ ചെക്കൻ എപ്പോഴും കഞ്ചാവാണ്. അച്ചക്കൻ മാത്രം. ചലഞ്ചേഴ്സ് ക്ലബിലെ എല്ലാ ചെക്കന്മാരും കഞ്ചാവിനെയാണ്. ശശി ചേട്ടാ, നിങ്ങൾ നാളെ ഓളെ കൂടെ ഒന്ന് ലോങ് ജമ്പ് ചാടും പോയിട്ടുണ്ടെ ബാക്കിയുള്ളവർക്ക് സമാധാനാവുന്നു. ഒന്ന് പോടിയോളൂ. എന്റെ മോളെ ഓട്ടത്തിനും ചാട്ടത്തിനും കൊണ്ടാക്കില്ല എന്റെ പണി. നിങ്ങൾക്കെന്നാ പണി? എനിക്ക് നാളെ വായ്ക്ക് ഒത്തുകൊടുക്കാൻ പോയിട്ട്. ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഓളൊന്ന് ചാടി കിട്ടിയാൽ ഓക്കെങ്കിലും ഒരു പണി കിട്ടൂ. പഠിച്ചിട്ടോ രക്ഷപ്പെടുന്നില്ല. സ്പോർട്സ് കോട്ടയിലെങ്കിലും കിട്ടിയാൽ നമ്മളെ കുടുംബെങ്കിലും രക്ഷപ്പെടൂലേ? എന്റെ മോളാടി ഓളി ചാടിക്കോളൂ. ഇജ്ജ് നോക്കിക്കോ, പേടിക്കണ്ട. ശ്രീകുട്ടേട്ടാ, എനിക്ക് കാല് തീരെ വയ്യേ. എന്നെ ഒന്ന് അമ്പലം വരെ കൊണ്ടാക്കുവോ? കോളേജിൽ പെട്ടെന്ന് പോകണം. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ നല്ല കാര്യം. ഗ്രൂപ്പ് ഉണ്ടാക്കിയേ അന്നുള്ള കാര്യം അന്നു തന്നെ ചൂടോടെ കാണിച്ചു. അത് പിന്നെ പറയണോ? ആ മോനെ, ഹലോ, നമ്മളെ രാഘവേട്ടൻ്റെ മോൻ ശ്രീകുട്ടനും മനോജിൻ്റെ മോളും മാധവും കുട്ടനുണ്ട് ബൈക്ക് മേലെ അങ്ങനെ പോന്ന്. അപ്പൊ ആ മക്കളെ കൊണ്ട് നോണ പറഞ്ഞുണ്ടാക്കി ഫോണ്. ഇത് ഞാൻ ഡിലീറ്റ് ആക്കട്ടെ. പിന്നല്ലേ നമ്മളെ രാഘവേട്ടൻ്റെ മോനും മനോജേട്ടൻ്റെ മോളും കൂടി വണ്ടീൻ്റെ മോള് വെറുതെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ഒരസ്യം അങ്ങോട്ട് പോണം. മോളെ, നിങ്ങളിന്ന് ഓളെ കണ്ടത് ബൈക്കുമലല്ലേഞ്ഞോ? ഞാനേ കഴിഞ്ഞ ആഴ്ച കണ്ടതേ കടവത്ത് തോണിയിലായിരുന്നു. നീ കണ്ടത് തോണിയിലല്ലേ? ഞാൻ കണ്ടതേ ഹൗസ് ബോട്ടിലാ. ഹൗസ് ബോട്ടിലാകുമ്പോ ഫുള്ള് മറവല്ലേ? ഏത് എടി കുട്ടിയോ, ഇനി ഇത് പറഞ്ഞു നടന്നോ? പെണ്ണിന് ഗർഭം ഗർഭം വെച്ചാ എമ്മാതി ഗർഭം. ഇരട്ടക്കുട്ടികള്. ഹലോ, സുപ്രഭാതം. എടാ, ഇയാളെ കിടന്നോ? രാഘവന്റെ മോൻ ശ്രീകുട്ടനും അന്റെ മോളും ബൈക്കിൽ കെട്ടിപ്പിടിച്ച് പോവാ. ഓര് തമ്മിൽ അവിഹിതോ. രാഘവന്റെ മോൻ ശ്രീകുട്ടനാ. ഇവനെ വെട്ടി ഞാൻ കൊല്ലും. ആ ശ്രീകുട്ടനും നമ്മുടെ മോളും തമ്മിൽ അവിഹിതം കൊല്ലും ഞാൻ അവനെ. രാഘവ പട്ടി. ആര് പോവാനാണ്? വേറെ ആരെയും കിട്ടില്ല. എന്താ മനുഷ്യ കളിക്കുന്നത്? നമ്മളെ മോളും ആ രാഘവന്റെ മോനും തമ്മിൽ അവിഹിതം ഉണ്ടെന്ന് കൊത്തി അറിയണുണ്ടോന്ന് ഞാൻ. മനോജെ, എന്താ ഉഷേച്ചി? ഈ മൂർച്ചയില്ലാത്ത കൊടുവാളം കൊണ്ട് എങ്ങോട്ടാ മനോജ പോകുന്നേ? മൂർച്ചയുള്ള കൊടുവാളം ഉഷേച്ച് തരാം. ഉപദേശം ഉഗാണ്ട വർത്താനോ ഒരേ വായി. നൈനീന്റെ ഓനല്ലേ അത്? ഓനിപ്പോ കിണർ കല്ലിടുക എന്നാ കളിക്കുന്നത്? ഒരു പോത്ത് ചെങ്ങായി.
ലീനേ ആ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് വരുന്നില്ലേ? ഇല്ലടി ഞാനിന്ന് വരുന്നില്ല. എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട്. എന്ത്? എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട്. അയ്യോ കുക്കർ. ആ എന്നാ പറഞ്ഞത് ഓളെ മോക്ക് ചാടുവാൻ പോയിണ്ടെന്നാ. ചാടാൻ പോകുന്നുണ്ടെന്നോ ചാടിപ്പോയിന്നോ? ചാടാണ്ടിക്കുവോ? ഓളെ മോളല്ലേ. ചാടിപ്പോയി. അത് മതി. എവിടെ പോണ്? ആരാത്? ആ മോനെ പോലെ അമ്മണീന്റെ മോളെ ചാടിപ്പോറിയില്ലെങ്കിൽ ചാടട്ടെ ഓടട്ടെ. വേണേ ചാടനും കൂടി ഓടിക്കും അമ്മണീന്റെ ഒപ്പം. എനക്ക് എന്ത് പറ്റിപ്പോയി മോനെ? എനക്ക് തീരെ വെളിപാടില്ലല്ലോ. നീ എന്ത് കൊണ്ടിനാ കൊണ്ടാ നീന്റെ ഉടലോടെ പോയി പഠിച്ചോനെ. രണ്ടാളും ഗുരുവാരെത്തിക്കണ്. കെട്ടൊക്കെ കഴിഞ്ഞിണ്ടാ? ഓ മോനെ രാത്രി എന്തായിരിക്കൂലേ? എന്റെ പിടുത്തൊക്കെ ഇപ്പൊ പോയേനെ. ഇവിടെ ചന്തല അവിടേക്ക് പോരാ. അവര് ഗുരുവായൂർ പോയി മുറി എടുത്തെന്നോ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നേട്ട്. നമ്മളെ നാട് ഇതിലും ഭേദമേരിയെ. ടൗണിലൊക്കെ ഡേറ്റിംഗ് ആപ്പാണ്. എന്താ ഈ വാട്സപ്പ് ഒക്കെ പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളെ ലൈക്കാക്കൂ, പിന്നെ ആൺകുട്ടികൾ പെൺകുട്ടികളെ ലൈക്കാക്കൂ, എന്നിട്ട് ജിഗ് 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 അതന്നെ. ഇങ്ങോട്ട് വാ മേരിയെ. ഇതാണ് തൊട്ടു മുമ്പേ നാട്ടുകാർ ചാടിപ്പോയെന്ന് പറഞ്ഞ അമ്മുവിന്റെ യഥാർത്ഥ കാമുകൻ. എടമ്പള ശ്രീകുട്ടേട്ടനും മാധുവായിട്ട് ബൈക്കിൽ നാട് വിട്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ കഥ? ഈ നാട്ടുകാർക്ക് വേറെ പണിയില്ല. കോപ്പ് കയ്യിലഞ്ചിന്റെ പൈസയിൽ ഒരു തേങ്ങയില്ല. ഒരു തേങ്ങയ്ക്ക് 40, പഴംപൊരി ചായ 20, ബാക്കി 20. എനിക്ക് പഞ്ചായത്ത് നിന്ന് കോയിന് കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നന്മ ടിവിയിൽ എല്ലാവർക്കും കിട്ടിയല്ലോ. ആ മെമ്പറെ ഒന്ന് കാണണല്ലോ. അവർക്ക് മാത്രം കൊടുത്താൽ എങ്ങനെയാ ശരിയാവാ? അല്ലേലും മെമ്പർക്ക് നന്മ ടീമിന്റെ അടുത്തൊരു ചായ. അത് ശരിയാ, നന്മയോട് തന്നെ കൂറ്. ആ നമ്മളെ പ്രശാന്ത് അല്ലേ മേരിയെ? ആണല്ല. എടി ഇന്ന് ചാടിപ്പോയ ഓളുടെ ഒപ്പം ഇവ മുന്നേ ഇഷ്ടത്തിലായിരുന്നില്ലേ? ആ വിഷമത്തിന് ഓൾ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ? തെങ്ങിൽ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടല്ലേ? നല്ല വിഷമത്തിലാന്ന് തോന്നുന്നു. ആ ചെക്കപ്പ ചാടോട്ടോ അതിനകത്ത്. വിളിക്കട്ടെ? വിളിക്കണ്ട. അവ ചാടിയിട്ട് വിളിക്കാം. അതിനല്ലേ രസം. ഒന്ന് നോക്കി നിക്കാതെ വേഗം ചാടടാ. ഇപ്പൊ ചാടൂട്ടാ. ചാടൂ. ഇപ്പൊ ചാടൂ. സദാശിവന്റെ മോൻ പട ചാടിച്ചത്തേ. ഇപ്പോഴത്തെ മക്കളോരോ ഒരു കഥ നോക്കണേ. എന്ത് കഥ? ഒരു പെണ്ണ് പോയതിന് ചാടി. 4 ചെക്കൻ പോയേ ചാടി മരിച്ചില്ല പെണ്ണിന് വേണ്ടിയിട്ട്. എന്ത് ചെയ്യാനാ? പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ലാന്നല്ലേ.